ഹലോ ഓൾ, ഐസോമെട്രിക് വ്യൂ ഓഫ് എ പെന്റഗണൽ പ്രിസം. ഇത് വരയ്ക്കാനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സിമ്പിൾ പൊസിഷനെ കുറിച്ച് ഒരു ചെറിയ ഡീറ്റെയിൽ തരുന്നുണ്ട്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പെന്റഗണൽ പ്രിസം അതിന്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് ജസ്റ്റ് പാരലൽ ടു VP ആണെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓറിയന്റേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഒരു ആർബിട്രറി XY ലൈൻ വരച്ചിട്ട് അതിന് പാരലായിട്ട് ഒരു എഡ്ജ് വരുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ പെന്റഗണൽ ആയിട്ടുള്ള പ്രിസത്തിനെ ഓറിയന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, ഇതിന് ചുറ്റും ഞാനൊരു സ്ക്വയർ ബോക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ A1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ പോയിന്റ് സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം ഈ പോയിന്റ് കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ അവിടെ നിന്നും എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഇനി സിയിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, സോ സി എന്ന് പറയുന്ന പോയിന്റിനാണ് എനിക്ക് അടുത്ത് കണക്ട് ചെയ്യേണ്ടത്. സോ സിനെ ഞാൻ കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഡീനെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഡീനെ കണക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇനി A എന്ന് പറയുന്ന പോയിന്റിലേക്ക് തിരിച്ചു വരാൻ പോവാണ്. എയിലേക്ക് തിരിച്ചെത്തി. ഇപ്പൊ ഞാൻ ആ പെന്റഗണൽ പ്രിസത്തിനെ ഒരു സ്ക്വയർ ബോക്സിന്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ആ സ്ക്വയർ ബോക്സിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ്. ഐ എം കോളിംഗ് ഇറ്റ് ആസ് 1. കോർണേഴ്സിന് ഞാൻ നമ്പർ കൊടുക്കുകയാണ്. ഇത് 2 എന്ന് പറയുന്ന കോർണർ. ഈ കോർണറിന് ഞാൻ നമ്പർ 3 കൊടുക്കുകയാണ്. ആൻഡ് ഈ കോർണറിന് നമ്പർ 4. 4 കോർണേഴ്സിനും ഞാൻ നമ്പർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഈ 4 കോർണേഴ്സിന് നമ്പർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കോർണർ പോയിന്റുകൾക്ക് നമ്പർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ പെന്റഗണിന്റെ ക്രിട്ടിക്കൽ പോയിന്റുകൾ, അതായത് 5 പോയിന്റുകൾ നമുക്ക് കാണാം. ഈ 5 പോയിന്റിനും പേര് കൊടുത്തിട്ടുണ്ട്. A1 എന്നും B1 എന്നും എന്നൊക്കെ പറഞ്ഞു. A എന്ന് പറയുന്നത് മുകളിലത്തെ പോയിന്റ്, A1 എന്ന് പറയുന്നത് താഴത്തെ പോയിന്റ്, B എന്ന് പറയുന്നത് മുകളിലത്തെ പോയിന്റ്, B1 എന്ന് പറയുന്നത് താഴത്തെ പോയിന്റ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്പർ ഒക്കെ കൊടുത്തു കഴിഞ്ഞു, അതുപോലെ പേര് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഒരു പോയിന്റിനെ നമ്മൾ നമ്പർ കൊടുക്കാൻ ബാക്കിയുണ്ട്. അത് ഈ സെന്ററിലുള്ള O എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ വാട്ട് ഐ എം ഡൂയിങ് ഇസ്, ഞാൻ ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഈ ഒരു പെർട്ടിക്കുലർ സ്ക്വയർ ബോക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ O എന്ന് പറയുന്ന പോയിന്റിന്റെ ലൊക്കേഷൻ ഈ ബോക്സിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 അല്ലെങ്കിൽ 5 ഞാൻ നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 5 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ ഞാൻ 6 എന്ന് പറയുന്ന നമ്പർ കൊടുക്കുകയാണ്. എനിക്ക് പറയാം ഈ 5-6 ലൈൻ അല്ലെങ്കിൽ 5 to 6 ലൈൻ ലാണ് ഈ O1 എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, O1 എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഈ 5-6 ലൈനിലാണ്. കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ 5-6 ലൈനിൽ ബിയിൽ നിന്നൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ആണ് എൻ്റെ O1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ നോക്കിയാൽ ഇപ്പൊ എനിക്ക് എല്ലാ പോയിന്റിനെയും കുറിച്ച് ഒരു ധാരണയുണ്ട്. അതായത് എൻ്റെ ഈ പെന്റഗണൽ പ്രിസം എടുത്തു കഴിഞ്ഞാൽ അതിൽ A1 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ അത് 1നും 5നും ഇടയിലാണ്. അത് എത്ര ഡിസ്റ്റൻസിലാണെന്ന് എനിക്ക് ഒരു സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. അതുപോലെ B എന്ന് പറയുന്ന പോയിന്റ് 1നും 2നും ഇടയിലാണ്. അത് എത്ര ഡിസ്റ്റൻസിലാണെന്ന് എനിക്ക് ഇവിടെ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാം. നീ കണ്ടോ, 1നും 2നും ഇടയിലാണ്. ആൻഡ് B എന്ന് പറയുന്നത് 24 mm ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 1ൽ നിന്ന്. 2ൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതേ 24 mm ഡിസ്റ്റൻസിലാണ് B ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി എനിക്ക് A ലൊക്കേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. A എന്ന് പറയുന്നതിന്റെ ഡിസ്റ്റൻസ് എനിക്ക് ഇവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം. അതായത് 1ൽ നിന്നും 18 mm ഡിസ്റ്റൻസിലാണ് A ഉള്ളത്. അതുപോലെ C എന്ന് പറയുന്നത് 2ൽ നിന്ന് 18 mm ഡിസ്റ്റൻസിലാണ് C ഉള്ളത്. ഓക്കെ, ഇനി എനിക്ക് നെക്സ്റ്റ് മെഷർ ചെയ്യേണ്ടത് ഇപ്പൊ 5 എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ്, 6 എന്ന് പറയുന്ന പോയിന്റ്, ഇതിന്റെ ഡിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാവുന്നത് 4ൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണെന്ന് വേണമെങ്കിൽ എനിക്ക് നോക്കാം. 21 mm ഡിസ്റ്റൻസിലാണുള്ളത്. 6 എന്ന് പറയുന്നതും 3ൽ നിന്ന് 21 mm ഡിസ്റ്റൻസിലാണ് ഉള്ളത്. കണ്ടോ, ഇനി O എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് അത് 5-6 ലൈനിലാണ്. സോ ആ 5-6 ലൈൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് വേണമെങ്കിൽ നോക്കാം. 26 ആണ് എനിക്ക് കിട്ടുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 2ൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതും 26 ആണ്. കേട്ടോ, ഈ 5-6 ലൈനിന്റെ ഡിസ്റ്റൻസ് 26 ആണ്. പിന്നെ എനിക്ക് ഇവിടെ നിന്ന് നോക്കാം, ഈ E1 എന്ന് പറയുന്ന പോയിന്റ് ഡിസ്റ്റൻസ് 9 mm ആണ് 4ൽ നിന്ന്. 3ൽ നിന്ന് D1ലേക്കുള്ള ഡിസ്റ്റൻസ് 9 mm ആണ്. ഇപ്പൊ കണ്ടോ, എനിക്ക് എല്ലാ പോയിന്റും ഏത് ലൈനിലാണ് എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. സോ ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പെന്റഗണെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ടു ഗെറ്റ് ദി ഐസോമെട്രിക് വ്യൂ. സോ നെക്സ്റ്റ് നമുക്ക് ഇതിന് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാനാണ് പോകുന്നത്. സോ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പെന്റഗൺ വരച്ചിട്ടുണ്ട്. ആ പെന്റഗൺ ഒരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ക്വയർ ബോക്സിൽ നമ്മളതിനെ എന്താ പറയാ, ഒരു എൻകാപ്സുലേഷൻ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സറൗണ്ട് ചെയ്ത് നമ്മളൊരു സ്ക്വയർ ബോക്സ് വരച്ചിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്ക്വയർ ബോക്സിനെ നമ്മൾ ഒരു 30 ഡിഗ്രി ടിൽറ്റിൽ വരയ്ക്കുകയാണ്. അതായത് യു ക്യാൻ സി ഇവിടെ ഒരു കോർണർ ഞാൻ 2 സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ആ ഹൊറിസോണ്ടൽ ലൈനിൽ 2 എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ 2-3 എന്ന് പറയുന്ന ഒരു ലൈനും 2-1 എന്ന് പറയുന്ന ഒരു ലൈനും വരച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് ലൈനും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 30 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആണ്. അതായത് നേരത്തെ ഈ 2-3യും 2-1ഉം സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരുന്നു ഈ സ്ക്വയറിൽ. പക്ഷേ ഇതിന് ഐസോമെട്രിക് വ്യൂവിൽ വരയ്ക്കുമ്പോൾ
ദിസ് ആംഗിൾ ബിക്കംസ് 120 ഡിഗ്രി. ഓക്കെ, എന്തുകൊണ്ട് 120 ഡിഗ്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 30 അപ്പോൾ 60, അപ്പോൾ നടുക്ക് വരുമ്പോൾ 120, അങ്ങനെ ആകുമ്പോഴാണ് ഇത് മൊത്തം 180 ആവുക. സോ ആംഗിൾ 2 എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ അത് ഇവിടെ വന്നപ്പോൾ 120 ഡിഗ്രി ആയി. ഇതാണ് ഐസോമെട്രിക് വ്യൂവിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ വരയ്ക്കാൻ ചെയ്യുന്ന ഒരു പ്രത്യേകത. ഓക്കെ, സോ 120 ഡിഗ്രിയിൽ ആംഗിൾ 2 വരും. അതായത് 2-3 2-1 മേക്ക് ചെയ്യുന്ന ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇനി ഞാൻ നെക്സ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ്, എനിക്ക് ഇനി 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുകയാണ്. 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചതിന് ശേഷം ഞാൻ കോമ്പസ് അല്ല പ്രൊട്രാക്ടർ എടുത്ത് ഞാനൊരു 30 ഡിഗ്രി ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു 30 ഡിഗ്രി ലൈൻ വരച്ചു. ആ 30 ഡിഗ്രി ലൈനിൽ ഞാൻ 1-ൽ നിന്ന് 4-ലേക്കുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ട് ആ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാണ്. ഈ ഡയഗ്രാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1-ൽ നിന്ന് 5 വരെയുള്ള ഡിസ്റ്റൻസ് 26, whereas 5-ൽ നിന്ന് 4 വരെയുള്ള ഡിസ്റ്റൻസ് 21, വിച്ച് മീൻസ് മൊത്തം 47 ആണ് 1-ൽ നിന്ന് 4-ലേക്കുള്ള ഡിസ്റ്റൻസ്. സോ ഞാൻ ഇവിടെ നിന്ന് 47 മെഷർ ചെയ്യാണ്. 47 മെഷർ ചെയ്തതിന് ശേഷം എനിക്ക് ആ പോയിന്റ് കിട്ടും. ആ പോയിന്റ് ആണ് എൻ്റെ പോയിന്റ് 4 എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് മൈ പോയിന്റ് 4. 47 mm ഡിസ്റ്റൻസിൽ എനിക്ക് പോയിന്റ് 4 കിട്ടി. സോ പോയിന്റ് 4 ഞാൻ മാർക്ക് ചെയ്തു. പോയിന്റ് 4 മാർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ആ പോയിന്റ് 4-ഉം 3-യും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. സോ 1, 2, 3, 4 എൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സ്ക്വയർ ബോക്സ് 30 ഡിഗ്രി ടിൽറ്റോടെ ഞാൻ വരച്ചു കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യേണ്ട എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാണ്. അതായത് എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആണോ ലെഫ്റ്റിലെയും റൈറ്റിലെയും. 1-ൽ നിന്ന് 2-ലേക്കുള്ള ഡിസ്റ്റൻസ് എനിക്ക് കിട്ടുന്നത് 48 ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1-ഉം 2-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 24 + 24 48 ആണ്. ഇനി 2-ഉം 3-യും തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഓൾസോ 47, അത് കറക്റ്റ് ആണ്. കാരണം 2-ഉം 3-യും തമ്മിൽ 21-ഉം 26-ഉം രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗിവ് യു 47. ആൻഡ് 3-യും 4-ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിലും മാറ്റം ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ ഡിസ്റ്റൻസ് ഞാൻ കാണിക്കാം. ദിസ് ഇസ് 30 ആണ്. സോ 30 + 9 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 48 ആണ്. സോ ഇവിടെയും 3, 4 തമ്മിലുള്ള ഡിസ്റ്റൻസ് 48. അതായത് നേരത്തെ വരച്ചിരിക്കുന്ന ബോക്സിനെ അതേപോലെ ഞാൻ തിരിച്ചു വരച്ചു. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആ ബോക്സിന്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ഐസോമെട്രിക് വ്യൂ ആകുമ്പോൾ നമ്മൾ രണ്ട് ആംഗിൾസ് 120 ഡിഗ്രി. ഈ ആംഗിൾ 120 ആയിരിക്കും. ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി 120 ഡിഗ്രീസ്. ഓക്കെ, 30 ഡിഗ്രി ആംഗിൾ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മളിത് വരച്ച് തുടങ്ങാൻ. അപ്പൊ എനിക്ക് 4 പോയിന്റ്സും കിട്ടിക്കഴിഞ്ഞു. 1, 2, 3, 4. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞാൻ ഇതുപോലെ ഡിസ്റ്റൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഇപ്പൊ നമുക്ക് 1-ഉം 2-ഉം ഉണ്ട്. 1-ഉം 2-ന്റെ ഇടയിൽ ബി ഉണ്ട്. ബി എന്ന് പറയുന്നത് 24 mm ഡിസ്റ്റൻസിലാണ്. സോ 1-നും 2-നും ഇടയിൽ ഞാൻ 24 mm മെഷർ ചെയ്യാണ്. സോ 24 mm മെഷർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 24 mm മെഷർ ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് വിൽ ബി മൈ ബി. ഇതാണ് എൻ്റെ ബി എന്ന് പറയുന്ന പോയിന്റ്. തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ബി അല്ല B1 ആണ് കറക്റ്റ്, കാരണം താഴത്തെ പോയിന്റ് B1 ആണ്. സോ B1 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് C1 മാർക്ക് ചെയ്യാനായിട്ട് 2-ൽ നിന്ന് 18 mm ഡിസ്റ്റൻസിലാണ് C1 ഉള്ളത്. സോ 2-ൽ നിന്ന്, അതായത് 2-3 എന്ന് പറയുന്ന ലൈനിൽ 2-ൽ നിന്ന് 18 mm ഡിസ്റ്റൻസ്. 2-3 ലൈൻ ഇവിടെ ഉണ്ട്. ആ 2-3 ലൈനിൽ 18 mm ഡിസ്റ്റൻസിലാണ് എൻ്റെ C എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. സോ C എന്ന് പറയുന്ന പോയിന്റിന് ഞാൻ 18 mm ഡിസ്റ്റൻസിൽ അതും ഞാൻ ലൊക്കേറ്റ് ചെയ്തു. സോ എനിക്ക് C1 എന്ന് പറയുന്ന പോയിന്റും കിട്ടിക്കഴിഞ്ഞു. നേരത്തെ B1 കിട്ടി, ഇപ്പോൾ C1 കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് മാർക്ക് ചെയ്യേണ്ടത് D1 എന്ന് പറയുന്ന പോയിന്റ് ആണ്. അത് 9 mm ഡിസ്റ്റൻസിലാണ് 3-ൽ നിന്ന്. സോ ഞാൻ ഇവിടെ 3-ൽ നിന്ന് 9 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. 9 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ എൻ്റെ D എനിക്ക് മാർക്ക് ചെയ്യാം. D അല്ല D1 എനിക്ക് മാർക്ക് ചെയ്യാം. സോ ദിസ് ബിക്കംസ് മൈ D1. ഇതാണ് എൻ്റെ D1 എന്ന് പറയുന്ന പോയിന്റ്. അതേപോലെ 4-ൽ നിന്ന് 9 mm ഡിസ്റ്റൻസിലാണ് എൻ്റെ E1 എന്ന് പറയുന്ന പോയിന്റ്. സോ 4-ൽ നിന്ന് 9 mm ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. ആ 9 mm ഡിസ്റ്റൻസിലാണ് എൻ്റെ E1 എന്ന് പറയുന്നത്. 9 mm ഡിസ്റ്റൻസ് ഞാൻ എടുത്തു. ഇവിടെയാണ് എൻ്റെ E1 എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ E1ഉം എനിക്ക് കിട്ടി. ഇവിടെ D1 കിട്ടി, C1 കിട്ടി, അങ്ങനെ ഒരുവിധം എല്ലാ പോയിന്റ്സും കിട്ടി. A മാത്രമേ കിട്ടാത്തുള്ളൂ. A എന്ന് പറയുന്ന പോയിന്റ് 1-4 ലൈനിൽ A എന്ന് പറയുന്ന പോയിന്റ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 18 mm ആണ്. സോ ഞാൻ 1-4 എന്ന് പറയുന്ന ഈ ലൈൻ സെലക്ട് ചെയ്തു. അതിൽ 18 mm ഡിസ്റ്റൻസിൽ എനിക്ക് A മാർക്ക് ചെയ്യാം. സോ 18 mm ഞാൻ ഡിസ്റ്റൻസ് എടുത്തു. ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഞാനിത് ജോയിൻ ചെയ്തു. 18 mm മാർക്ക് ചെയ്തു. 18 mm ഡിസ്റ്റൻസിലാണ് എൻ്റെ A എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. ദിസ് ഇസ് മൈ A1. താഴത്തെ പോയിന്റുകളൊക്കെ A1, B1, C1, D1 ആണ്. സോ അതുകൊണ്ട് എല്ലാ പോയിന്റും 5 പോയിന്റും എനിക്ക് കിട്ടി. ഇനി എനിക്ക് കിട്ടാൻ ബാക്കിയുള്ളത് O1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ആണ്. അതിൽ താഴത്തെ പോയിന്റ് O1 ആണ് എനിക്ക് കിട്ടാനുള്ളത്. O1 എന്ന് പറയുന്ന പോയിന്റ് 5-6 ലൈനിലായിരിക്കും. ഓക്കെ, 5-6 ലൈനിലും ബിയിൽ നിന്ന് ഉള്ള ഒരു ലൈനിലും ആയിരിക്കും. അതായത് ഇന്റർസെക്ഷൻ ഓഫ് ബി ലൈൻ ആൻഡ് 5-6 ലൈൻ ആണ് O എന്ന് പറയുന്ന ലൈൻ.
അപ്പോൾ ആദ്യം നമുക്ക് 5-6 ലൈൻ വരയ്ക്കാം. അത് 26 mm ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നോക്കിയാൽ കാണാം 26 mm ഡിസ്റ്റൻസിലാണ് 5-6 ലൈൻ 2-ൽ നിന്നും 1-ൽ നിന്നും. സോ ഞാൻ ഇവിടെ നിന്ന് 26 mm ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ 26 mm ഡിസ്റ്റൻസ് ഞാൻ എടുക്കും. അതുപോലെ ഇവിടെയും ഞാൻ 26 mm ഡിസ്റ്റൻസ് എടുക്കും. സോ 26 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ 26 mm ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഇവിടെയും എനിക്ക് 26 mm മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എനിക്ക് 26 mm കിട്ടിക്കഴിഞ്ഞു. നൗ ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ഞാനൊരു ലൈൻ ജോയിൻ ചെയ്യാണ്. സോ ഈ ലൈൻ എനിക്ക് കിട്ടി. ആ ലൈൻ കിട്ടിയതിന് ശേഷം വാട്ട് ഐ ഗോയിങ് ടു ഡു ഇസ്, അപ്പോൾ ഇതാണ് എൻ്റെ 5-6 ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ പോയിന്റ് നമ്പർ 5, ഇതാണ് എൻ്റെ പോയിന്റ് നമ്പർ 6. ഓക്കെ, പോയിന്റ് നമ്പർ 5ഉം പോയിന്റ് നമ്പർ 6ഉം എനിക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബിയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ബിയിൽ നിന്ന് സെന്ററിലൂടെ ഓപ്പോസിറ്റ് സൈഡ് സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് എൻ്റെ O1 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. നേരെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് സെന്ററിലേക്ക് എത്തുന്നത്. സോ അതേപോലെ ഞാൻ B1 നിന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് സൈഡ് സെന്ററിലേക്ക്, അതായത് 3-4 ലൈൻ്റെ സെന്ററിലേക്ക് ലൈൻ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ പോയിന്റ് കിട്ടി. ആൻഡ് ദിസ് പോയിന്റ് ഇസ് മൈ O1 ലൈൻ. എൻ്റെ പോയിന്റ് ഇസ് O1. ഈ O1 എന്ന് പറയുന്ന പോയിന്റും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പെന്റഗൺ വരയ്ക്കാനുള്ള എല്ലാ പോയിന്റ്സും എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഡിസ്റ്റൻസുകൾ ഞാൻ ഓരോന്നായിട്ട് മാറ്റിയാണ്. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഡയമെൻഷൻസ് ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇടാണ്. A1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, B1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, C1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, D1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ, E1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ. ഓക്കെ, ഇങ്ങനെ എല്ലാ പോയിന്റ്സും കിട്ടി. O1 കിട്ടി. Now next what I can do is I can join all these points. A യും B യും കണക്ട് ആയി, E കണക്ട് ആയി, D കണക്ട് ആയി, C കണക്ട് ആയി, ആൻഡ് B കണക്ട് ആയി. പെന്റഗൺ ഞാൻ 30 ഡിഗ്രി ടിൽറ്റ് ചെയ്ത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഐസോമെട്രിക് വ്യൂവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ ബോക്സിനെ 30 ഡിഗ്രി ടിൽറ്റോടുകൂടി വരയ്ക്കുക എന്നുള്ളത്. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോയിന്റ് കിട്ടിയിട്ടുള്ളൂ. താഴെയുള്ള പോയിന്റ്സ് ആണ് ഈ B1ഉം A1ഉം ഒക്കെ. സോ ഇതിൽ നിന്ന് ഒരു 60 mm ഹൈറ്റിലാണ് മുകളിലത്തെ പോയിന്റ്സ് എല്ലാം. അപ്പോൾ A1-ൽ നിന്ന് ഞാനൊരു 60 mm ഹൈറ്റ് എടുത്ത് വരച്ചു. ഓക്കെ, ആ 60 mm ഹൈറ്റിലുള്ള ആ പോയിന്റ് ആണ് എൻ്റെ A എന്ന് പറയുന്ന പോയിന്റ്. B1-ൽ നിന്നും ഇതേപോലെ തന്നെ ഞാൻ 60 mm ഹൈറ്റ് എടുത്ത് വരച്ചു. അതിന്റെ മുകളിലാണ് B എന്ന് പറയുന്ന പോയിന്റ്. C1-ൽ നിന്നും ഞാൻ 60 mm ഹൈറ്റ് എടുത്ത് വരച്ചു. സോ അതാണ് എൻ്റെ C എന്ന് പറയുന്ന പോയിന്റ്. D1-ൽ നിന്നും ഞാൻ 60 mm വരച്ചു. സോ ദാറ്റ് ബിക്കംസ് മൈ D. E1-ൽ നിന്നും ഞാൻ 60 mm വരച്ചു. സോ ദാറ്റ് ബിക്കംസ് മൈ E. ഇനി വേണമെങ്കിൽ നമുക്ക് ആ പേര് കൊടുക്കാം. അതിന് മുമ്പ് O1-ൽ നിന്നും ഞാൻ 60 mm കൊടുക്കുകയാണ്. സോ ദാറ്റ് ബിക്കംസ് മൈ O. ഇനി നമുക്ക് ഓരോത്തിനും ഓരോ പേരുകൾ കൊടുക്കാം. A1-ന്റെ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് A. B1-ന്റെ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് B. C1-ന്റെ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് C. D1-ന്റെ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് D. E1-ന്റെ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് E. O1-ന്റെ മുകളിലത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് O. ഇത്രയും പോയിന്റ്സ് കിട്ടിയതിന് ശേഷം what I can do is എനിക്ക് ആ പെന്റഗൺ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. മുകളിലത്തെ പെന്റഗൺ വരയ്ക്കാം. താഴത്തെ പെന്റഗൺ ഓൾറെഡി വരച്ചു. മുകളിലത്തെ പെന്റഗൺ കൂടെ ഞാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യാണ്. A, B, C, D ഒക്കെ ജോയിൻ ചെയ്തു. ഇങ്ങനെ എനിക്ക് ആ പെന്റഗൺ കിട്ടി. ഇത് കിട്ടിയതിന് ശേഷം ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. 2 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ റൊട്ടേറ്റ്, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് 30 ഡിഗ്രി ടിൽറ്റ് കൊടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതിൽ ഇനി നെക്സ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആക്സിസ് ലൈൻ ആണ്. എന്നിട്ട് ആക്സിസ് ലൈനിനെ നമ്മൾ അതിന്റെ കളർ കൊടുക്കണം, അല്ലെങ്കിൽ കളറല്ല, അതിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ, അതായത് ലോങ് ഡാഷ് സ്മോൾ ഡാഷ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. സോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഇസ് ഞാൻ ഇതിനെ ലോങ് ഡാഷ് സ്മോൾ ഡാഷ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാണ്. ആക്സിസ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. O1 എന്ന് പറയുന്ന ആക്സിസ് ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏതായിരിക്കും ഡാഷ് ലൈൻ ആണ്. ഡാഷ് ലൈൻ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വാട്ട് യു നീഡ് ടു ഡു ഇസ് നിങ്ങൾ ചെയ്യേണ്ടത് 2 എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ വെച്ച് വരച്ചിരിക്കുന്നത്. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന പരമാവധി എക്സ്ട്രീം പോയിന്റ് എന്ന് പറയുന്നത് A വരെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് D വരെ കാണാൻ പറ്റും, B കാണാൻ പറ്റും, C കാണാൻ പറ്റും. ഈ ഒരു എൻഡിലുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് മിക്കവാറും കാണാൻ പറ്റും. ബാക്കിലുള്ള ഈ ഒരു പോയിന്റ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റാത്തത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു E1-നെ കണക്ട് ചെയ്യുന്ന എല്ലാ ലൈൻസും ഡാഷ് ലൈൻസ് ആയിരിക്കും. സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ E1-നെ കണക്ട് ചെയ്യുന്ന എല്ലാ ലൈൻസും സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ ഞാൻ ഡാഷ് ലൈൻസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ E1-നെ കണക്ട് ചെയ്യുന്ന ഇത്രയും ലൈൻസ് സെലക്ട് ചെയ്തിട്ട് ഐ വിൽ പ്ലേസ് ഇൻ മൈ ഡാഷ് ലൈൻസ്. സോ ഇതാണ് എൻ്റെ ഡാഷ് ലൈൻസ് വരിക. ഇനി ആവശ്യമില്ലാത്ത ഈ ലൈൻസ് ഒക്കെ ഞാൻ കളക്ട് ചെയ്യാം. ഫൈനലി നിങ്ങളുടെ ഡയഗ്രാം നിങ്ങൾ ബോൾഡ് ആക്കി വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡയഗ്രത്തിൽ വളരെ എവിഡന്റ് ആയിട്ട് കാണേണ്ടത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈൻസ് ഒക്കെ ഞാൻ കളയാണ്. ആവശ്യമില്ലാത്ത ലൈൻസ് ആണ്. ഇതൊക്കെ ഡയമെൻഷനിങ്ങിന് വേണ്ടി അല്ല, നമ്മൾ വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി വരച്ചിരിക്കുന്ന ലൈൻസുകളാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.
ഈ ലൈൻസ് ഒക്കെ കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്, ഇതൊക്കെ എനിക്ക് കളയാം. എൻ്റെ പെൻറ്റഗൺ, ബേസിലുള്ള പെൻറ്റഗൺ, മുകളിലുള്ള പെൻറ്റഗൺ, പിന്നെ ആ പെൻറ്റഗണെ കണക്ട് ചെയ്യുന്ന വേർട്ടിക്കൽ എഡ്ജസ്, ഇത്രയും മാത്രമേ എൻ്റെ ഡയഗ്രത്തിൽ ബോൾഡ് ആയിട്ട് കാണിക്കേണ്ട ആവശ്യം ഉള്ളൂ. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും കളയാം. ഈ പോയിന്റും കളഞ്ഞു, ഇതും കളഞ്ഞു, ഇതും കളഞ്ഞു. സോ ദിസ് ഇസ് മൈ ഫൈനൽ ഡയഗ്രം. ഇതാണ് എൻ്റെ ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഈ ഐസോമെട്രിക് വ്യൂ വളരെ ബോൾഡ് ആയിട്ട് നിങ്ങളുടെ ഡയഗ്രത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണും. സോ അത്രയേ ഉള്ളൂ ഐസോമെട്രിക് വ്യൂ ഓഫ് എ പെന്റഗണൽ പ്രിസം.